ഞാൻ 12ാം ക്ലാസ് ഇറങ്ങിയത് 2002, 2003, 2000, 2001 10ാം ക്ലാസ്. 1ാം ക്ലാസ് അതുകൊണ്ട് ഇതുവഴി പോകുമ്പോൾ തന്നെ കേരളം പോകാറില്ല. ജ്യൂസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് തരാം കേട്ടോ. ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. നമ്മളെല്ലാം കാത്തിരുന്ന കനി കുസൃതി ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്കെല്ലാം സഹർഷം നല്ല കൈയടികളോടെ ആരവത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കേരളത്തിന്റെ അല്ല, ഇന്ത്യയുടെ അല്ല, ലോകത്തിന്റെ അഭിമാനമായ കനി കുസൃതി. പട്ടം സ്കൂളിൽ നിന്ന് പട്ടം പോലെ വാനിൽ പയർന്നുയർന്ന നമ്മുടെ സ്വന്തം കനി കുസൃതി. ജനതയ്ക്ക് പിന്തുണയുമായി പാതി മുറിച്ച തണ്ണിമത്തന്റെ രൂപത്തിലുള്ള വാനിറ്റി ബാഗുമായി കാൻ ചലച്ചിത്രോത്സവ വേദിയിലെത്തി ആഗോള ശ്രദ്ധ നേടിയ സ്വന്തമായി ഉറച്ച നിലപാടുകളുള്ള യുവജനതയ്ക്ക് മാതൃകയായ കനി കുസൃതിയെ നമുക്കാർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ കനി കുസൃതിയെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. അഭിനയം കൊണ്ടും നിലപാടുകൾ കൊണ്ടും മറ്റു താരങ്ങളിൽ നിന്നും എന്നും പേരിട്ട് നിൽക്കുന്ന കനി കുസൃതി 2008 പുറത്തിറങ്ങിയ കേരള കഫേ എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധ നേടുന്നത്. പിന്നീട് ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ഈ അവാർഡ് ലഭിച്ചപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ നായിക PK റോസിക്കാണ് പുരസ്കാരം സമർപ്പിച്ചത്. ഒരു സ്ത്രീ ഈ രംഗത്ത് കടന്നു വന്നിട്ട് വർഷങ്ങളേറെ കടന്നുപോയിട്ടും ജാതി മത വർണ്ണ വിവേചനം ഇന്നും നിലനിൽക്കുന്നതിനാലാണ് തന്റെ പുരസ്കാരം PK റോസിക്ക് സമർപ്പിക്കുന്നതെന്നാണ് അന്ന് കനി കുസൃതി പറഞ്ഞത്. കനി കുസൃതി അഭിനയിച്ച പായൽ കപാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ അസ് ലൈഫ് എന്ന ചിത്രം കാൻഡിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് കേരളത്തിന് അഭിമാനമായി. ഒപ്പം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും. നമുക്ക് ആരംഭിക്കാം. ആദ്യമായി അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ സ്കൂളിലെ PTA പ്രിയന്മാരെ,
അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്നും തന്നെ പറയാനില്ല. ഇവിടെ പ്രോഗ്രാമിനെ കുറിച്ച് നന്നായി നിങ്ങളോട് തൊട്ടുമുമ്പ് സംവദിച്ചത് ഈ സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ BA ഫസ്റ്റ് റാങ്ക് ജേതാവുമായ ഫർസാനയാണ്. നമ്മുടെ സ്കൂൾ പ്രതിഭകളുടെ സ്കൂളാണ്. നമ്മുടെ അഭിമാനമാണ് കനീക്കുട്ടിലെ. ലോകോത്തര വേദികളിൽ സ്കൂളിനെ കൂടി അടയാളപ്പെടുത്തി എന്നുള്ളതാണ്. അതുമാത്രമല്ല, പാലസ്തീൻ ജനത നമുക്ക് ഗദ്ഗതത്തോടെ അല്ലാതെ പറയാൻ കഴിയില്ല. അവരിന്ന് അനുഭവിക്കുന്ന യാതനകൾ പാലസ്തീൻ അതുപോലെ തന്നെ BRCയുടെ ഇൻസ്ട്രക്ടറായ ഈ സ്കൂളിൽ നിന്ന് തന്നെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തന്മയ സോൾ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ജനറൽ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ സ്വാതി ഭദ്രൻ, ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സ്കൂളിൽ കനീക്കുസൃതിയെ പഠിപ്പിച്ചിട്ടുള്ള പൂർവ്വ അധ്യാപക സുഹൃത്തുക്കളെ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, വിദ്യാർത്ഥി ഈ പട്ടം ഗേൾസിനെ എന്താണ് വാനോളം